ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലായിടത്തും നല്ല മഴയാണ്. ഇവിടെ നല്ല മഴ ഉണ്ട്. 2 ദിവസമായിട്ട് ഇവിടെ നല്ല മഴയാണ്. അപ്പോൾ നല്ല ചൂടുള്ള സമൂസയും ചായയും കുടിക്കാനൊക്കെ വൈകുന്നേരങ്ങളിലോ അങ്ങനെയൊക്കെ നമുക്കൊരാഗ്രഹം തോന്നും. അപ്പം നമുക്ക് സമൂസ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയല്ലോ. അപ്പോൾ എനിക്ക് കുറച്ച് ബീഫ് കിട്ടി. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ഐഡിയ തോന്നി. നല്ലൊരു സമൂസ ബീഫിൻ്റെ ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ച് വയ്ക്കുക. എന്നിട്ട് നമ്മളുടെ ആവശ്യത്തിന് എപ്പോഴാണോ വേണ്ടത് അപ്പോൾ അതെടുത്ത് എണ്ണ ചൂടാക്കി അതിലേക്കിട്ട് വറുത്ത് കോരിയെടുക്കുക. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുകയെന്ന് കണ്ടാലോ. അപ്പോൾ നമുക്ക് ആദ്യം ബീഫ് എടുത്തിട്ട് കുക്കറിലിട്ടിട്ട് 1 സ്പൂണ് കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ലേശം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് ചൂടാറിയതിന് ശേഷം വേണം മിക്സിയിലിട്ട് ക്രഷ് ചെയ്യാൻ. വലിയ ഉള്ളി 2-3 വലിയ ഉള്ളി എടുത്ത് വഴറ്റുക. പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതയ്ക്കുക. ക്രഷ് ചെയ്ത് വെച്ച ബീഫ്. ഇനി അതിലേക്ക് കുറച്ച് പൊടികൾ വേണം. കുറച്ച് മതി. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി. കാരണം ഇതിലേക്ക് മുളകും പൊടി ഇടുന്നില്ല. പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും എരിവ് മാത്രം മതി. എന്നിട്ട് അതിലേക്ക് ചതച്ച് വെച്ച മിക്സ് ഉണ്ടല്ലോ, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ, അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം കുറച്ച് മല്ലിയിലയും പുതിന ഇലയും പിന്നെ കുറച്ച് കറിവേപ്പിലയും എല്ലാം കൂടി അരിഞ്ഞത് അത് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് പൊടികളും പിന്നെ അതുപോലെ മല്ലിച്ചപ്പും പുതിനയൊക്കെ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ക്രഷ് ചെയ്ത ബീഫ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് പണിയൊന്നുമില്ല. ഇനി ഇത് നമുക്ക് സ്റ്റൗമെന്ന് ഇറക്കി വെക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ മസാലയൊക്കെ അതിലേക്ക് പിടിക്കാനുള്ള വിധത്തിനനുസരിച്ച് നമുക്ക് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് അതിലേക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ചിക്കനും ഇതേപോലെ ചെയ്യാം. ഇത് ബീഫാണെന്നേ ഉള്ളൂ. അപ്പം അതിൻ്റെ മസാലക്കൂട്ടൊക്കെ ഇത് തന്നെയാണ് കേട്ടോ. ഇപ്പം നമ്മുടെ ബീഫ് സമൂസ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഒന്നൊന്നും തൊടാതെ ഒട്ടിപ്പിടിക്കാത്ത വിധത്തിൽ ഞാനിത് എല്ലാം ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കും. നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് പൊരിച്ചെടുക്കാം. അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതുപോലെ ഒരു ട്രേയിൽ അടുക്കി ബട്ടർ പേപ്പർ വെച്ചിട്ട് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ ഒന്നോടൊന്ന് തൊടാതെ ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ നമ്മുടെ ബീഫിൻ്റെ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ബീഫൊക്കെ കിട്ടുമ്പോൾ. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ.